ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും. മധ്യവയസ്കരിലെ ഓർമ്മക്കുറവും പരിഹാരങ്ങളും. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പഞ്ചകർമ്മ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷിത തോമസ്. മുൻകാലങ്ങളിൽ ഓർമ്മക്കുറവ് എന്നത് ഒരു വാർദ്ധക്യകാല ആരോഗ്യ പ്രശ്നമായിരുന്നു. എന്നാൽ ഇന്ന് മധ്യവയസ്കരെയും ഇത് ബാധിക്കുന്നു എന്നത് ഗൗരവമായ ഒരു വിഷയമാണ്. ഓർമ്മക്കുറവിന്റെ കാരണങ്ങളെയും പരിഹാരങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുന്നോടിയായി എന്താണ് ഓർമ്മ എന്ന് നോക്കാം. അറിവുകൾ, അനുഭവങ്ങൾ, വിവരങ്ങൾ മുതലായവ മസ്തിഷ്കത്തിൽ എൻകോഡ് ചെയ്ത് സൂക്ഷിച്ചു വയ്ക്കുവാനും ആവശ്യാനുസരണം തിരിച്ചു വീണ്ടെടുക്കുവാനുമുള്ള കഴിവാണ് ഓർമ്മ. പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുവാനും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും എന്തിനേറെ നമ്മുടെ ദൈനംദിന ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും ഈ ഓർമ്മ നമ്മെ സഹായിക്കുന്നു. എന്നാൽ പ്രായം കൂടുന്നതിന് അനുസരിച്ച് ഓർമ്മയുമായി ബന്ധപ്പെട്ട പല ബുദ്ധിമുട്ടുകളും പ്രകടമായി തുടങ്ങും. പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് 50 വയസ്സിനോട് അടുത്ത് ഓർമ്മക്കുറവ് പലരിലും കണ്ടുവരുന്നു എന്നാണ്. ജനിതകപരമായ കാരണങ്ങൾ, ജീവിതശൈലി, മസ്തിഷ്ക നാഡീരോഗങ്ങൾ, പോഷകാഹാരക്കുറവ്, ഉറക്കക്കുറവ്, നീണ്ടു നിൽക്കുന്ന മാനസിക സമ്മർദ്ദം, ശാരീരിക വ്യായാമം ഇല്ലാതിരിക്കുക എന്നിവയൊക്കെ ഓർമ്മക്കുറവിലേക്ക് നയിക്കാവുന്ന കാരണങ്ങളാണ്. ബൗദ്ധികപരമായ കഴിവുകളെയും ഓർമ്മയെയും നിലനിർത്തുവാനും മെച്ചപ്പെടുത്തുവാനും ഓർമ്മക്കുറവ് തടയാനുമുള്ള മാർഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇതിനായി ആദ്യമായി ചെയ്യേണ്ടത് ആരോഗ്യകരമായ ഒരു ജീവിതശൈലി അനുവർത്തിക്കുക എന്നുള്ളതാണ്. റെഗുലറായി വ്യായാമം ചെയ്യുക. ഇതുവഴി രക്തചംക്രമണം വർദ്ധിക്കുകയും തലച്ചോറിലേക്ക് ശരിയായ രക്തപ്രവാഹം ഉണ്ടാകുവാൻ സഹായിക്കുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ സമീകൃത ആഹാരം ശീലമാക്കുക. പഴങ്ങൾ, പച്ചക്കറികൾ, മീൻ, നെയ്യ്, വെണ്ണ, നട്ട്സ് ഇവയൊക്കെ മസ്തിഷ്ക ആരോഗ്യത്തിന് ഉത്തമമാണ്. ബ്രെയിൻ ഹെൽത്തിന് അതുപോലെ തന്നെ സുപ്രധാനമായൊരു ഘടകമാണ് ശരിയായ ഉറക്കം. നാഡീകോശങ്ങളുടെ റിപ്പയർ നടക്കുന്നത് ഉറക്കത്തിലാണ്. അതിനാൽ ആരോഗ്യകരമായ ഉറക്കം നാഡീകോശങ്ങളുടെ ഡീജനറേഷൻ കുറയ്ക്കുവാൻ സഹായിക്കും. ഇലക്ട്രോണിക് ഉപാധികളിലൂടെയുള്ള സാമൂഹിക മാധ്യമങ്ങളുടെ അമിത ഉപയോഗം ഉറക്കം കുറയ്ക്കുന്നതിനുള്ള പ്രധാന കാരണമാണ്. ഇവയുടെ ഉപയോഗത്തിൽ കൃത്യമായ നിയന്ത്രണം അനിവാര്യമാണ്. മെന്റൽ സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ഉദാഹരണമായി പറഞ്ഞാൽ വായന, പുതിയ കാര്യങ്ങൾ പഠിക്കുക, ബ്രെയിൻ ഗെയിംസ് കളിക്കുക, വിനോദങ്ങളിൽ ഏർപ്പെടുക മുതലായവ. അതോടൊപ്പം തന്നെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനായി മെഡിറ്റേഷൻ, ശ്വസന വ്യായാമങ്ങൾ, യോഗ മുതലായവ പരിശീലിക്കുക. തുടർച്ചയായി നിലനിൽക്കുന്ന മാനസിക സമ്മർദ്ദം മസ്തിഷ്ക ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പരമപ്രധാനമാണ് ആരോഗ്യപരമായ സാമൂഹിക ഇടപെടലുകളും ബന്ധങ്ങളും. ഊഷ്മളമായ ബന്ധങ്ങൾ മാനസികവും വൈകാരികവുമായ നില മെച്ചപ്പെടുത്തുകയും അത് മസ്തിഷ്ക ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ആയുർവേദ ശാസ്ത്രത്തിൽ ബുദ്ധിശക്തിയും ഓർമ്മയും വർദ്ധിപ്പിക്കുന്നതിനായി മേധ്യരസായനങ്ങൾ എന്ന് പറയുന്ന ഔഷധങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ശംഖുപുഷ്പി, ബ്രഹ്മി, ഇരട്ടിമധുരം, ചിറ്റമൃത് മുതലായ ഔഷധങ്ങളാണ് മേധ്യരസായനങ്ങളായി പറയുന്നത്. ഓർമ്മക്കുറവ് അനുഭവപ്പെട്ടു തുടങ്ങുമ്പോൾ തന്നെ രോഗകാരണങ്ങൾ അപഗ്രഥിച്ച് രോഗനിർണയം നടത്തുകയും ഗുരുതരമായ അനുബന്ധ രോഗങ്ങളെ തിരിച്ചറിയുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഒരു ആയുർവേദ ചികിത്സകനെ സമീപിച്ച് രോഗാവസ്ഥയ്ക്കും ശരീരപ്രകൃതിക്കും അനുയോജ്യമായ ഔഷധങ്ങളുടെയും മേധ്യരസായനങ്ങളുടെയും ഉപയോഗം വഴി ഓർമ്മക്കുറവിനെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കുന്നതാണ്. ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും.